വാർത്തകൾ വിശദമായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ വാടക കരാറുകളും അന്വേഷിക്കാൻ നീക്കം. കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വാടകയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പുതിയ ഭരണ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് കോർപ്പറേഷന്റെ നീക്കം. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ഇപ്പോൾ ഈ ഒരു വാടകയ്ക്ക് നൽകിയ കെട്ടിടങ്ങളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ശാസ്ത്രമംഗലത്തെ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അത് കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നതിന് ശേഷം CPM-ഉം ബി.ജെ.പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംഭവം എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസമാണ് RSVയിലേക്ക് വി.കെ. പ്രശാന്ത് എം.എൽ.എ. പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നും ഒഴിയണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയത്. അതിനുശേഷം ആ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് മേയർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രേഖകൾ പരിശോധിക്കട്ടെ എന്നുള്ളതാണ് മേയർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകളിലേക്ക് കോർപ്പറേഷൻ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ തെളിവുകളൊക്കെ തന്നെ ബി.ജെ.പി. നേതാക്കളുടെ കയ്യിലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്ര അന്വേഷണം നടത്താനാണ് ഇപ്പോൾ കോർപ്പറേഷൻ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും. മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വി.കെ. പ്രശാന്ത് എം.എൽ.എ. പ്രവർത്തിക്കുന്ന കെട്ടിടം അതിന് യഥാർത്ഥ വാടക, അതായത് ശാസ്ത്രമംഗലം പോലെയുള്ള ഒരു സിറ്റി മേഖലയിൽ ഒരു കെട്ടിടത്തിന് എത്രയാണോ വില അതിന്റെ പകുതി പോലും നൽകാതെയാണ് വി.കെ. പ്രശാന്ത് എം.എൽ.എ. വാടകയ്ക്ക് ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതായിരുന്നു മേയർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉയർന്ന തുകയ്ക്കാണ് ഇത്തരം കൈമാറ്റം നടന്നിട്ടുള്ളത്. മറ്റ് കൈമാറ്റങ്ങൾ ഉയർന്ന തുകയ്ക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ വാടകക്കാരല്ല അവ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കോർപ്പറേഷന്റെ വിശദീകരണം. കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബി.ജെ.പി. അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ബി.ജെ.പിക്കായിരുന്നു മേധാവിത്വം. ആ സമയത്താണ് ഈ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ തെളിവുകളൊക്കെ തന്നെ ബി.ജെ.പി. നേതാക്കൾ പക്കലുണ്ട് എന്നുള്ളത് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പല വാണിജ്യ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ തലമുറകൾ കൈമാറി അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലുണ്ട്. ഇത്തരത്തിൽ അനധികൃത കൈമാറ്റം എല്ലാം തിരിച്ചു പിടിക്കാനാണ് കോർപ്പറേഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് കൂടാതെ ഇത്തരത്തിൽ ഇപ്പോൾ വി.കെ. പ്രശാന്ത് എം.എൽ.എ. പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ഉൾപ്പെടെ അതിന്റെ യഥാർത്ഥ വാടക എത്രയാണ് അത് ഉൾപ്പെടെ പരിശോധിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ മേയർ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും മാസത്തിൽ 250 രൂപ വാടകയ്ക്ക് വരെ കടകൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ ബി.ജെ.പി. നേതാക്കളുടെ കയ്യിലുണ്ട്. അതുൾപ്പെടെ വെച്ചുകൊണ്ടുള്ള സമഗ്ര അന്വേഷണത്തിനാണ് ഇപ്പോൾ കോർപ്പറേഷൻ തയ്യാറെടുക്കുന്നത്. ഇതെന്തായാലും വലിയ പോരാട്ടത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വി.കെ. പ്രശാന്ത് എം.എൽ.എ. സംബന്ധിച്ചിടത്തോളം മാർച്ച് 30 കാലാവധി കഴിയുന്നു. മെയ് 10 വരെ കാലാവധി നീട്ടണമെന്നൊരു ആവശ്യം എം.എൽ.എ. മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കോർപ്പറേഷൻ കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ കാലാവധി നീട്ടി നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് എം.എൽ.എക്ക് അനുകൂലമായി തീരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള നിയമ പോരാട്ടം കൂടി നടക്കുന്നത്. എന്തായാലും സമഗ്ര അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ അത് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് എടുക്കും. അത് അഴിമതികൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയും ചെയ്യുകയാണ് കോർപ്പറേഷൻ. ശരി സൂര്യ, വ്യക്തമാണ്. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ വാടക കരാറുകളിലും അന്വേഷിക്കാനാണ് ഇപ്പോൾ നീക്കമുണ്ടായിരിക്കുന്നത്. കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വാടകയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പുതിയ ഭരണ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് കോർപ്പറേഷന്റെ നീക്കം. സൂര്യ ഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.